നിങ്ങളൊരു എസ് ബി ഐ കസ്റ്റമറാണ്. എസ് ബി ഐയുടെ ATM അതുപോലെ തന്നെ അവരുടെ ADWM മെഷീൻ, അതായത് അവരുടെ ക്യാഷ് ഡെപ്പോസിറ്റും അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെഷീൻ, ആ മെഷീൻ വഴിയുള്ള ട്രാൻസാക്ഷനുകളുടെയൊക്കെ ചാർജിൽ, സർവീസ് ചാർജിൽ ഈ വരുന്ന ഡിസംബർ 1 മുതൽ മാറ്റം വരികയാണ്. നിലവിൽ എസ് ബി ഐയുടെ ATM വഴി അല്ലെങ്കിൽ എസ് ബി ഐയുടെ ആ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ വഴി നമുക്ക് ഒരു മാസം 10 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ എസ് ബി ഐയുടെ ATM ൽ നമുക്ക് 15 രൂപ പ്ലസ് GST ആണ് സർവീസ് ചാർജ് ഈടാക്കുന്നത്. എന്നാൽ എസ് ബി ഐയുടെ ATM വഴിയുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിലേക്ക് മിനി സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് എൻക്വയറി അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ സൗജന്യമാണ്. അതിന് പ്രത്യേകിച്ച് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ അതർ ബാങ്കിൻ്റെ ATM നോക്കിക്കഴിഞ്ഞാൽ നോർമലി നമുക്ക് അതർ ബാങ്കിൻ്റെ ATM ൽ ഒരു മാസം 5 ട്രാൻസാക്ഷന് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എസ് ബി ഐ കസ്റ്റമേഴ്സിന് അവരുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച്. ആ ഒരു 5 ഫ്രീ ട്രാൻസാക്ഷനിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും വിടും, അതുപോലെ തന്നെ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും വിടും. അതായത് നമ്മൾ മറ്റു ബാങ്കിൻ്റെ ATM ൽ പോയിട്ട് ബാലൻസ് എൻക്വയറി നടത്തിയില്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു, അതെല്ലാം ഈ ഒരു ഫ്രീ ട്രാൻസാക്ഷൻ ലിമിറ്റിൽ കൗണ്ട് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ ക്യാഷ് വിഡ്രോ ചെയ്താലും ഇല്ലെങ്കിലും മൊത്തത്തിൽ ATM വഴിയുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് അതർ ബാങ്കിൻ്റെ ATM ൽ 5 എണ്ണമാണ് ഫ്രീ ആയിട്ടുള്ളത്. ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ക്യാഷ് വിഡ്രോവൽ പോലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതർ ബാങ്കിൻ്റെ ATM ൽ 21 രൂപ പ്ലസ് GST. ഇനിയിപ്പോൾ ബാലൻസ് എൻക്വയറി പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അതർ ബാങ്കിൻ്റെ ATM ൽ 10 രൂപ പ്ലസ് GST ഇപ്പോൾ നിലവിൽ SBI ഈടാക്കുന്നത്. ഇനിയിപ്പോൾ എസ് ബി ഐയുടെ ATM വഴിയാണെങ്കിലും മറ്റു ബാങ്കിൻ്റെ ATM വഴിയാണെങ്കിലും നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് എടുക്കാൻ നോക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് ഇല്ലാത്തത് മൂലം ആ ഒരു ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി, അല്ലെങ്കിൽ നമ്മൾ എമൗണ്ട് എൻ്റർ ചെയ്തപ്പോൾ തെറ്റിപ്പോയി, അപ്പോൾ അക്കൗണ്ടിൽ അത്രയും ഫണ്ട് ഇല്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജായിട്ട് ഇപ്പോൾ നിലവിൽ ഈടാക്കുന്നത് 20 രൂപ പ്ലസ് GST ആണ്. പിന്നെ നമുക്ക് BSBD കാറ്റഗറി അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് 4 ക്യാഷ് വിഡ്രോവലാണ് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ആ ഒരു ഫ്രീ ലിമിറ്റിൽ എല്ലാത്തരം ക്യാഷ് വിഡ്രോവലും വിടും. ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് വിഡ്രോവലാണെങ്കിലും ATM വഴിയുള്ള ക്യാഷ് വിഡ്രോവലാണെങ്കിലും അങ്ങനെ മൊത്തത്തിൽ ഒരു മാസം 4 ക്യാഷ് വിഡ്രോവലാണ് BSBD കാറ്റഗറി അക്കൗണ്ടിന് ഇപ്പോൾ നിലവിൽ സൗജന്യമായിട്ട് ഒരു മാസം ചെയ്യാനായിട്ട് സാധിക്കുക. ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും 15 രൂപ പ്ലസ് GST ആണ് ഇപ്പോൾ നിലവിൽ ഈടാക്കുന്ന സർവീസ് ചാർജ്. ഇനി BSBD കസ്റ്റമേഴ്സിന് SBIയുടെ ATM വഴിയാണെങ്കിലും അതർ ബാങ്കിൻ്റെ ATM വഴിയാണെങ്കിലും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ലൈക്ക് ബാലൻസ് എൻക്വയറി അല്ലെങ്കിൽ മിനി സ്റ്റേറ്റ്മെൻറ്റുകൾ അങ്ങനെയുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ സൗജന്യമാണ്. അതിന് പ്രത്യേകിച്ച് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും ആപ്ലിക്കബിൾ അല്ല. സോ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലെ SBIയുടെ ATM റിലേറ്റഡ് സർവീസ് ചാർജുകൾ. ഈ ഒരു സർവീസ് ചാർജിലാണ് ഈ 2025 ഡിസംബർ 1 മുതൽ മാറ്റം വരുന്നത്. വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. BSBD കാറ്റഗറി അതുപോലെ തന്നെ KCC ആൻഡ് സാലറി പാക്കേജ് ഒഴികെയുള്ള മറ്റെല്ലാ കാറ്റഗറി സേവിങ്സ് അക്കൗണ്ട് വേരിയൻറ്റിലും നമുക്ക് ഒരു മാസം ആധാർ ബാങ്കിൻ്റെ ATM ൽ 5 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഫ്രീ ആയിട്ട്. ആ ഒരു 5 ട്രാൻസാക്ഷനിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും വിടും, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും വിടും. അതിനകത്ത് ആ ഒരു നമ്പർ ഓഫ് ട്രാൻസാക്ഷനിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല. ചേഞ്ച് വരുന്നത് ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് വരുന്ന ചാർജിലാണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 5 എന്നുള്ള ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും 21 രൂപ പ്ലസ് GST ആണ് ചാർജ് ആയിട്ട് ഈടാക്കുക. അത് ഡിസംബർ 1 മുതൽ 23 രൂപ പ്ലസ് GST ആയിട്ട് മാറും. ഇനിയിപ്പോൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നിലവിൽ 10 രൂപയാണ്, അത് 11 രൂപ പ്ലസ് GST ആയിട്ട് മാറും. ഇനിയിപ്പോൾ സാലറി പാക്കേജ് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ എല്ലാ വേരിയൻറ്റിലും വരുന്ന മാറ്റം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷനാണ്, ATM ട്രാൻസാക്ഷനാണ് വരുന്നത്. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും നമുക്ക് SBIയുടെ ATM വഴിയാണെങ്കിൽ അതർ ബാങ്കിൻ്റെ ATM ൽ നമുക്ക് സൗജന്യമാണ്, അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ ആണ്. എന്നാൽ ഡിസംബർ 1 മുതൽ ആ ഒരു അൺലിമിറ്റഡ് എന്നുള്ള ഒരു ടൈം എടുത്ത് മാറ്റുകയാണ്. നമുക്ക് സാലറി പാക്കേജ് അക്കൗണ്ട് ആണെങ്കിൽ അതർ ബാങ്കിൻ്റെ ATM ൽ 10 ട്രാൻസാക്ഷനാണ് നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഒരു മാസം. ആ ഒരു 10 എന്നുള്ള നമ്പറിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും വിടും, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും വിടും. അതായത് ബാലൻസ് എൻക്വയറി, മിനി സ്റ്റേറ്റ്മെൻറ്റ് പോലുള്ള ട്രാൻസാക്ഷനായിട്ട് കൗണ്ട് ചെയ്യും. ആ ഒരു 10 എന്നുള്ള ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 23 രൂപ പ്ലസ് GST, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 11 രൂപ പ്ലസ് GSTയും ചാർജ് ഈടാക്കും. ഇനിയിപ്പോൾ കറണ്ട് അക്കൗണ്ടിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണൽ സെഗ്മെൻറ്റ് ആണെങ്കിലും ബിസിനസ് സെഗ്മെൻറ്റ് ആണെങ്കിലും ഇപ്പോൾ നിലവിൽ നമുക്ക് ഫ്രീ ATM ട്രാൻസാക്ഷൻ ഒന്നും SBI പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. ഫ്രീ ട്രാൻസാക്ഷൻ തുടർന്ന് ലഭിക്കില്ല, ചാർജബിൾ ആണ്. പക്ഷേ ചാർജിലാണ് മാറ്റം വരുന്നത്. ഇപ്പോൾ നിലവിൽ എവറി ക്യാഷ് വിഡ്രോവൽ പോലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 21 രൂപ പ്ലസ് GST ആണ് ഈടാക്കുന്നത്. അത് ഡിസംബർ 1 മുതൽ 23 രൂപ പ്ലസ് GST ആയിട്ട് മാറും. ഇനിയിപ്പോൾ ബാലൻസ് എൻക്വയറി പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 10 രൂപയാണ് ഇപ്പോൾ നിലവിൽ, അത് 11 രൂപ പ്ലസ് GST ആയിട്ട് ഉയരും. പിന്നെ BSBD കാറ്റഗറി അക്കൗണ്ട് ആണെങ്കിൽ അതിനകത്ത് സർവീസ് ചാർജിൽ മാറ്റമൊന്നും വരുന്നില്ല. നമുക്ക് 4 ക്യാഷ് വിഡ്രോവലാണ് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അതിൽ മാറ്റമൊന്നും വരുന്നില്ല. ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 രൂപ പ്ലസ് GST സർവീസ് ചാർജ് ഈടാക്കും. പിന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ആണെങ്കിൽ
ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് അൺലിമിറ്റഡ് ATM ട്രാൻസാക്ഷൻ, ഫ്രീ ATM ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും അതർ ബാങ്കിൻ്റെ ATMൽ. ഇനിയിപ്പോൾ SBIയുടെ ATM അല്ലെങ്കിൽ SBIയുടെ ADWM മെഷീൻ വഴിയുള്ള ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് ചാർജിലും മാറ്റമൊന്നും വരുന്നില്ല. നിലവിലെ സർവീസ് ചാർജ് തന്നെയായിരിക്കും. അതായത് നമുക്ക് SBIയുടെ ATM വഴി ഇപ്പോൾ നോർമലി സേവിങ്സ് അക്കൗണ്ട് വരികയാണെങ്കിൽ ഒരു മാസം 10 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതായത് ക്യാഷ് വിഡ്രോവൽ പോലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ 10 എണ്ണമാണ് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ആ ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈടാക്കുന്ന പുതിയ ചാർജ് 23 രൂപ പ്ലസ് GST ആയിരിക്കും. ഇനിയിപ്പോൾ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ലൈക്ക് ബാലൻസ് എൻക്വയറി പോലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് അൺലിമിറ്റഡ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ ട്രാൻസാക്ഷൻ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ SBIയുടെ ATM വഴിയും ADWM മെഷീൻ വഴിയും നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതർ ബാങ്കിൻ്റെ ATM ADWM മെഷീൻ വഴിയുള്ള കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ ട്രാൻസാക്ഷൻ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ ട്രാൻസാക്ഷൻ തുടർന്നും ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ബാലൻസ് എൻക്വയറി പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനായിട്ട് SBIയുടെ ATM നെറ്റ്വർക്ക് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് സൗജന്യമായിട്ട് ചെയ്യാം. അതർ ബാങ്കിൻ്റെ ATM ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് 10 എന്നുള്ള ഫ്രീ ലിമിറ്റ് ബാധകമായിരിക്കും. സോ ആ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ട്രാൻസാക്ഷന് നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു കാര്യം ഓർക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി